ഹായ് എവരിവൺ, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹോട്ടൽ സ്റ്റൈൽ ഉള്ളിവട റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 വലിയ സവാള. അപ്പോൾ നല്ല നേരിയതായിട്ടാണ് ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ സവാളയൊക്കെ വിട്ട് വന്നോളും. പിന്നെ മാത്രമല്ല, സവാള നല്ല സോഫ്റ്റായി വന്നോളും നമ്മൾ ഉപ്പ് ഇട്ട് ഇങ്ങനെ തിരുമ്പിയെടുക്കുമ്പോൾ. എന്നിട്ട് ഇത് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലവണ്ണം സോഫ്റ്റ് ആവും ചെയ്യും. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. ഇനി ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂണാണിത്. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും നമ്മുടെ ഉള്ളിവടക്ക്. അതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത് കടലമാവ്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നോക്കാം നമുക്ക്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്താൽ മതി. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞുതരാം എത്ര വേണ്ടി വരുമെന്ന്. ഈ ബാക്കിയുള്ള 1/4 കപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദയാണ് അപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലായിരിക്കണം. പിന്നെ മാവല്ല കേട്ടോ ഒത്തിരി വേണ്ടത്, നമുക്ക് സവാളയാണ് കൂടുതലായിട്ട് കാണേണ്ടത്. മൈദയും കടലമാവൊക്കെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നനഞ്ഞ കൈ കൊണ്ട് ഇതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ബോളാക്കി എടുക്കുക. നല്ലോണം ബോളാക്കി എടുത്തിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പരത്തിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ ബോളാക്കി എടുക്കുക കൈകൊണ്ട്. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈ പിന്നെയും കഴുകി നനച്ചെടുക്കണം. എന്നാലേ പിന്നെയും നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഉള്ളിവടയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഓയിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിവട ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നാലേ ഇതിൻ്റെ ഉള്ളിലുള്ള സവാളയൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടരുത്. ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണല്ലോ ഉള്ളിവട. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉണ്ടാവും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളിവടകളൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ബ്രൗൺ ആകുമ്പം മറിച്ചിട്ട് മറ്റേ വശം കൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ സെക്കൻഡ് ട്രിപ്പിലുള്ള ഉള്ളിവട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു അളവിലാണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിവടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ളിവട റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളിവട റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിവട റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.